ഹലോ കൂട്ടുകാരെ, നമുക്ക് മീനൊന്നും കിട്ടാത്ത സമയത്ത് നമ്മൾ ഉണക്കമീൻ കറി വയ്ക്കാറുണ്ടല്ലേ. അപ്പോൾ ഒരു നാടൻ സ്റ്റൈലിൽ തേങ്ങയൊന്നും ചേർക്കാതെ ഒരു ഉണക്കമീൻ കറി ഉണ്ടാക്കിയാലോ. ഇതിലേത് ഉണക്കമീൻ വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഉണക്കമീൻ കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കൊഴുവാ മീനാണ് കേട്ടോ. ചൂടാന്നൊക്കെ പറയുന്ന മീൻ. ഇത് ശരിക്കും നല്ല ക്വാളിറ്റിയുള്ള ഉണക്കമീൻ പാക്കറ്റാണ് കേട്ടോ. കാരണം ഇതിനകത്ത് തലയൊന്നുമില്ല. നല്ല വൃത്തിയാക്കി അവർ ഡ്രൈ ചെയ്തെടുത്ത സാധനമാണ്. അപ്പോൾ അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ തലയോട് കൂടി വരുന്നതാണെങ്കിൽ നിങ്ങൾ തലയൊക്കെ വൃത്തിയാക്കി മാറ്റിയതിന് ശേഷം ഇതുപോലെ ചെറിയൊരു ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വയ്ക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ മീനൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടും. ഓവർ തിളച്ച വെള്ളം ഒഴിക്കേണ്ട, ചൂടോടുകൂടി വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു ചട്ടി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുകും കുറച്ച് ഉലുവയും ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 5-6 വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഉള്ളി, ഒരു 5-6 ഉള്ളി ചെറുതായിട്ട് കഷ്ണിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 5-6 പച്ചമുളക്, എരിവിന് വേണ്ടി പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് നല്ലതുപോലെ വഴണ്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയൊരു തക്കാളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് ചെറിയ പീസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഉടഞ്ഞു വരുന്ന സമയത്ത് നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എന്തൊക്കെയാണ് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് വെച്ചാൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫിഷ് മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഫിഷ് മസാല ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുമ്പോൾ ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഫിഷ് മസാല ഇല്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ചേർത്താൽ മതി. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഉലുവാപ്പൊടിയും കൂടി ചേർത്താൽ മതി കേട്ടോ. ഉലുവ ചേർക്കുന്നുണ്ട്, എന്നാലും ഒരു ഇച്ചിരി ഉലുവാപ്പൊടിയും കൂടി ചേർക്കുക ഫിഷ് മസാല ഇല്ലയെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മുടെ പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നിടം വരെ നമ്മൾ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണേ. അതിനുശേഷം അതിലേക്ക് കായ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ കായ കഷ്ണിച്ച് വെള്ളത്തിലിട്ട് അത് നല്ലതുപോലെ കഴുകിയെടുത്താണ് കേട്ടോ. പിന്നെ ഒരു വഴുതനങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ മുരിങ്ങക്കോലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ ഉണക്കമീൻ കറിക്ക് ഒരു പ്രത്യേക സ്വാദാണ്. എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞാൽ മതി കേട്ടോ. പിന്നെ പുളിക്കായിട്ട് പുളി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നിങ്ങളുടെ എന്തോരം പുളി വേണമെന്നനുസരിച്ച് അത് ചേർത്ത് കൊടുക്കാം. പുളി പിഴിഞ്ഞ് അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യാനുസരണം വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. കുറേ ചാറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാനൊരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ലതുപോലെ അതൊന്ന് വെട്ടി തിളയ്ക്കാൻ വേണ്ടി വെട്ടി തിളയ്ക്കുന്നിടം വരെ നമ്മളൊന്ന് അടച്ച് വയ്ക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ കായൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ടായിരിക്കും. ഒരു പകുതി വേവായി വന്നിട്ടുണ്ടായിരിക്കും. ആ പകുതി വേവായി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരുന്ന മീനുണ്ടല്ലോ, അതൊരു 2-3 വട്ടം നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം നമ്മുടെ ചാറിലോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ നമ്മൾ വേവിച്ചെടുക്കണം. പിന്നെ നമ്മുടെ ഉണക്കമീനിന് ഉപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ ഉപ്പ് ചേർക്കാൻ. എനിക്കിവിടെ കുറച്ച് ഉപ്പും കൂടി ആവശ്യമുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് തിളച്ച് എണ്ണയൊക്കെ ഒന്ന് പൊന്തി വരും. ആ ഒരു സമയത്ത് നമ്മുടെ കറി പാകമായിട്ടുണ്ടായിരിക്കും. ഇതിനകത്ത് തേങ്ങയൊന്നും ചേർക്കുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് വേണമെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ, കുറച്ച് കൊഴുപ്പ് കിട്ടാൻ വേണ്ടി. പക്ഷേ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉണക്കമീൻ കറിയാണ് കേട്ടോ. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ പണ്ടൊക്കെ തയ്യാറാക്കുന്ന പോലെ തന്നെ കായൊക്കെ ഇട്ട് ഉണക്കമീൻ കറി എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരിക്കും. എന്നാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന നമ്പർ. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.